നമസ്കാരം. കുഞ്ഞു 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 ചെറിയ ഫിലിം അപ്ഡേറ്റ്സുമായിട്ട് വന്നതാണ്. എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്ക ഫാൻസിനൊക്കെ ചെറിയ നിരാശ നൽകുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഒരു 5-6 അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പം സമയം കളയണ്ട, നമുക്ക് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആടുജീവിതത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടി കടന്നിരിക്കുകയാണ് ഗൈസ്. 75 കോടിയോളം രൂപ 4 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വളരെ വളരെ നല്ല കാര്യം. പക്ഷേ ഇപ്പം ആടുജീവിതത്തെക്കുറിച്ചും പൃഥ്വിരാജിന്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ഒക്കെ കുറേ അധികം നെഗറ്റീവ്സ് പല പ്രമുഖന്മാരും ഒക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോഴത്തേക്കും പുച്ഛമാണ് ശരിക്കും തോന്നുന്നത്. ഏതോ ഒരാൾ ചോദിക്കുന്നത് കേട്ടോ, ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് ഈ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ വളരെ പുച്ഛത്തോടെയൊക്കെ ചോദിക്കുന്നത് കേട്ടു. അങ്ങനെ ചോദിക്കുന്നവരോടാണ് ശരിക്കും ജനങ്ങൾ പുച്ഛിക്കാനായിട്ട് പോകുന്നത്. കാരണം ആ ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് രാജുവേട്ടൻ ആ ഒരു ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതും അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സെടാ ഡെഡിക്കേഷൻ, അതേ കണക്ക് പാഷൻ. ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ അതിനെ പറ്റിയിട്ട് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. കുറച്ചൊക്കെ വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഉള്ള കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിനകത്തുള്ള പാഷനെ കുറിച്ചും ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത്രയുമേ ഇതേപോലുള്ള നെഗറ്റീവ്സ് പറയുന്നവരെ കുറിച്ച് പറയാനായിട്ടുള്ളൂ. കാരണം ഒരു സിനിമയെ കുറിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരാളെടുത്ത ആ ഒരു ഹാർഡ് വർക്കിനെ വളരെ പുച്ഛത്തോടെ കാണുന്നത് അത് അത്രയ്ക്ക് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റിന്റെ കൂടി അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. പ്രേമലു OTT റിലീസിന് എത്തുകയാണ്. ഏപ്രിൽ 12-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അന്യായ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ച് അന്യായ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടം. സോ ഇറങ്ങട്ടെ, നമുക്ക് കാണാം. അതേപോലെ തന്നെ അല്ലു അർജുൻ ആറ്റ്ലി മൂവി ഏകദേശമൊക്കെ കൺഫേം ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആറ്റ്ലി ജവാന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ, ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സൺ പിക്ചേഴ്സ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നായികയായിട്ട് വരുന്നത് നമ്മുടെ സാമന്ത, അതേപോലെ മ്യൂസിക് സ്വാഭാവികമായിട്ടും അനിരുദ്ധ്. ഈ ഒരു കോമ്പയിലുള്ള സിനിമ കാണാനായിട്ട് കട്ട വെയിറ്റിംഗ്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ തീർച്ചയായിട്ടും ഉടനെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്തതും അല്ലു അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പുഷ്പ ടീസർ ഏപ്രിൽ 8-ാം തീയതി. അപ്പൊ അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഏപ്രിൽ 8-ാം തീയതി അല്ലു അർജുന്റെ ബർത്ത്ഡേ ആണ്. സോ അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ടീസർ ഇറക്കി വിടാനായിട്ട് പോകുന്നത്. സോ ട്രെൻഡ് ആകുമോ എന്താകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതേപോലെ സിനിമ റിലീസ് ആകുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഒരുപാട് സമയം ഉണ്ടല്ലോ ഇനി അങ്ങോട്ട്. സോ ടീസറൊക്കെ വന്ന്, സോങ്സ് ഒക്കെ വന്ന്, പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു പഴയ ആ ഒരു പുഷ്പ 1 പോലെ ട്രെൻഡ് ആയിട്ടുള്ള സംഭവം തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുഷ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഫാസ്റ്റിന്റെ പെർഫോമൻസിനായിട്ടും കട്ട വെയിറ്റിംഗ് ആണ്. ടീസറിനകത്ത് എന്തെങ്കിലും കാണുമോ എന്ന് നമുക്ക് നോക്കാം. സാധ്യത കുറവാണ്. അല്ലു അർജുനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വരാനായിട്ടാണ് സാധ്യത. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റ്. വർഷങ്ങൾക്ക് ശേഷം സോങ് വന്നിട്ടുണ്ട്. പ്യാരാ മേരാ വീര. കൊള്ളാം കേട്ടോ. സോങ് കേട്ടു, നല്ല രസമുണ്ട്. റിയാക്ഷൻ വീഡിയോ ഇടുന്നില്ല സോങ്ങിന്റെ. നല്ല രസമുണ്ട് സോങ്. സത്യം പറഞ്ഞാൽ ഒരു തിയേറ്റർ വൈബ് കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നി. നല്ല രസമുണ്ട്, കേട്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഭയങ്കര ഗംഭീരം എന്ന് പറയാനില്ല, എങ്കിലും കേട്ടിരിക്കാനായിട്ട് നല്ല രസമുള്ള ഒരു ഐറ്റം. അതായത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ മുമ്പ് ഇറങ്ങിയ സോങ്ങുകളുമായിട്ടൊന്നും യാതൊരു വിധത്തിലും മാച്ച് ആകാത്തൊരു സോങ്. നിവിൻ പോളിയാണ് മെയിനായിട്ട് നിവിൻ പോളിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. സൂപ്പർ സ്റ്റാർ നിതിൻ എന്നാണ് നിവിൻ പോളിയുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ പേരെന്ന് കേൾക്കുന്നു. എന്താകുമെന്ന് കണ്ടറിയാം. അടുത്ത അപ്ഡേറ്റ് റെഡിയാ നൻപാ. തലപതി വിജയ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഒട്ടാനെ വരുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പ്രൊമോ വീഡിയോ ആണ്. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഏപ്രിൽ 14-ാം തീയതി സിനിമയുടെ ഫസ്റ്റ് സോങ് വരുമെന്നാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത്. ഞാൻ റെഡിതാ വരവാ. അണ്ണൻ വരട്ടെ. എന്തായാലും അണ്ണൻ വരട്ടെ, സോങ്ങുമായിട്ട് അണ്ണൻ വരട്ടെ. ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അണ്ണന്റെ സോങ് ഇട്ടിട്ട് വിഷു നമുക്ക് അടിച്ച് പൊളിക്കണം. എന്തായാലും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്ക ഫാൻസിനൊക്കെ ചെറിയ നിരാശയും വിഷമമൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ള അപ്ഡേറ്റുകളാണ്. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ആദ്യത്തത്, നമ്മുടെ മമ്മൂക്ക മഹേഷ് നാരായണൻ പടം ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ല. ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആയ ഫാഫ, ഇതുവരെ ഫഹദ് ഫാസിലായിരുന്നു ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു റോളിൽ നിന്ന് ഫഹദ് ഫാസിൽ അങ്ങോട്ട് മാറി. കാരണം ബഡ്ജറ്റ് ആണെന്നാണ് പൊതുവേ ഉള്ള ഒരു സംസാരം. കാരണം ഈ ഒരു സിനിമ ഒരു മൾട്ടി സ്റ്റാർ പടമാണ്. അതായത് നമ്മുടെ മമ്മൂക്ക ഉണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട്. അത് കൂടാതെ നമ്മുടെ SG സുരേഷ് ഗോപി ചേട്ടനും കൂടി ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് വലിയൊരു കാസ്റ്റ് ഉള്ള ഒരു പടമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വലിയൊരു ക്യാൻവാസിൽ വരുന്ന പടം കൂടിയാണ്. അപ്പം ബഡ്ജറ്റ് താങ്ങാൻ പറ്റുന്നത് മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം കോടിക്കണക്കിന് കളക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി ഒരു കുഞ്ഞ് ഇൻഡസ്ട്രിയാണ്. അപ്പം വലിയൊരു ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും താങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം. സോ എന്തായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു സിനിമയുടെ
പ്രൊഡക്ഷൻ ആദ്യമേ തന്നെ മമ്മൂക്ക കമ്പനിക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക കമ്പനി ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനായിട്ട്. അടുത്തതും മമ്മൂക്കയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ടെർബോയുടെ ടീസർ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വരുമെന്ന് ആദ്യമേ കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതാ പെരുന്നാളിന് വരുമെന്നുള്ള റൂമേഴ്സ് ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം, ടെർബോയുടെ റിലീസ് മെയ് 9 നിന്ന്. അവരാരും എന്തായാലും ഒഫീഷ്യലായിട്ട് ഈ ഒരു മെയ് 9 എന്ന ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഏതോ ഒരു തിയേറ്ററിന്റെ ഒരു ഫോമിനകത്ത് മെയ് 9 റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞ് കണ്ടതാണ് ടെർബോ മെയ് 9 വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിച്ചത്. പക്ഷേ ഇപ്പം സിനിമയുടെ റിലീസ് വീണ്ടും നീളാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അതും ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടുള്ള കാര്യമല്ല, അങ്ങനെ കേൾക്കുന്നു. സോ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പെരുന്നാളിന് വരാനിരിക്കുന്ന ടെർബോയുടെ ടീസറും ചിലപ്പം നീണ്ടുപോയേക്കാം എന്നാണ് കേൾക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരട്ടെ. ജോസ് എന്നാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ നെയിം. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ടെർബോയ്ക്കായിട്ട്. വളരെയധികം നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും വരും. സംഭവം ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റാ തന്നെ വരും. കട്ട വെയിറ്റിംഗ് ആണ്. ഒരു കിടുക്കാച്ചി അടിപ്പട്ടം തന്നെ ആയിരിക്കും ടെർബോ. അതിന്റെ കൂടെ നമ്മുടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കിടുക്കാച്ചി അടിപ്പടം ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ടെർബോയുടെ ടീസർ പെരുന്നാളിന് വരുവാണെങ്കിൽ പെരുത്ത് സന്തോഷം. ചിലപ്പം നീണ്ടുപോയേക്കാം എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം.